പേടിച്ചിട്ടാണ് ആ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായില്ല? കണ്ട എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ഫാമിലി ലൈഫിൽ കയറി കളിച്ച് ഫാമിലി ലൈഫ് നശിപ്പിക്കണമെന്നുള്ള ഇന്റൻഷനിലാണ് എന്ത് ചെയ്യുന്നത്. എന്റെ വൈഫിനെ വരെ ഓരോന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടു. എന്താണ് ആ വീഡിയോ ആണ് ഇത്? മനസ്സിലായില്ല? എന്ത് ഇന്റൻഷനാണ് ഇതിട്ടത്? നിങ്ങൾക്ക് കാശാണ് വേണ്ടത്. ഞാൻ വന്നില്ല, ട്രാൻസാക്ഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് തരമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത്. പിന്നെ അന്ന് നിങ്ങൾ ഇതേപോലെ വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങൾ ആ വീഡിയോസ് കറക്റ്റ് അന്ന് എന്റെ അടുത്ത് എന്ത് പറഞ്ഞോ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഇതേപോലെ ത്രെട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അന്ന് ഞാൻ ഇത് പറയാതിരുന്നത് എനിക്ക് പൊളിറ്റിക്കലി എനിക്കൊരു സീറ്റ് തരാമെന്ന് പറഞ്ഞത് കൊണ്ടും എന്റെ ഒരു കരിയർ ബേസ് ചെയ്തിട്ടും പിന്നെ എന്റെ ഫാമിലി ലൈഫ് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യായിരുന്നത്. പേടിച്ചിട്ടാണ് ആ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായില്ല? ഞാൻ സെൽഫായിട്ട് എന്റെ അടുത്ത് വീഡിയോ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാ. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ അവന്മാർ ആ പണി തുടങ്ങിയപ്പോ എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാം. മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഒരു പ്രസ് മീറ്റ് വിളിക്കുക, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നമുക്ക് സംസാരിക്കാം. എല്ലാ മീഡിയസും, മെയിൻ സ്ട്രീം ചാനൽസും, നമ്മുടെ സോഷ്യൽ മീഡിയാസും എല്ലാ മീഡിയാസും വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഞാൻ ഫേസ് ടു ഫേസ് ഇരുന്ന് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച്. നിങ്ങൾക്ക് കാശാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് ഓരോരുത്തരും പോയിട്ട് നിങ്ങൾ അത് പറയുന്നത് ഇത് പറഞ്ഞാൽ ഇവൻ വന്ന് ആവശ്യമില്ലാത്ത എന്റെ ഫാമിലി ലൈഫിലെ കാര്യം വരെ എന്ത് ചെയ്യുന്നു ഇതിലെടുത്തിട്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശം? ആക്ച്വലി അവർ വെച്ച പ്രസ് മീറ്റാ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാനിവിടെ വന്ന് എന്നെ പറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വിത്ത് എവിഡൻസ്, ഫുൾ എവിഡൻസുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ കണക്ക് കറക്റ്റ് ആയിട്ടുള്ള കാശ് കൊടുക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ അക്കൗണ്ട് അതാ പറഞ്ഞ ഫുൾ ഇത് ഇത്രയും ഞാൻ ഇതിന്റെ 4-5 കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്. മനസ്സിലായില്ല? PDF ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് എന്റെ പേജിൽ ഞാനിത് ഒരു കമന്റിൽ ഞാനിത് പിൻ ചെയ്യാനും പോവുക ഡ്രൈവില്. മനസ്സിലായില്ല? ആർക്ക് വേണമെങ്കിലും എടുത്ത് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇത് ഒരാളിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം? നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ചോദിക്കാം. നമ്മളൊക്കെ മനുഷ്യരല്ലേ? നിങ്ങൾക്ക് ഇത് ഒരാളിനെ പർപ്പസ്ഫുള്ളി തകർക്കണമെന്നുള്ള ഇന്റൻഷനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ? അല്ല ഞാൻ ചോദിക്കാം, കാശിന്റെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? ഞാനിവിടെ വരുന്നു, ഇത് സംസാരിക്കുന്നു, ഇവർക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടിരുന്നു. 7 മണിയായപ്പോൾ ഞാൻ ഇട്ടിരുന്നു, ഞാൻ ഇതേപോലെ വരുന്നുണ്ട് വിത്ത് ഓൾ എവിഡൻസ്, ഞാൻ വരുന്നുണ്ട്, നമുക്ക് നേരത്തെ ഇരുന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. നിങ്ങളെല്ലാം ഇവിടെ വന്നതല്ലേ? നിങ്ങൾ ഇത്രയും മീഡിയസ് ഇവിടെ വന്നിട്ടുണ്ട്, അവരവിടെ? ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? 8 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ 8 ലക്ഷം ഇല്ല, 4 ലക്ഷം രൂപ. 3 ലക്ഷവും പിന്നെ ഒരു 4 ലക്ഷം രൂപ, അല്ല 1 ലക്ഷം രൂപയാണ് എനിക്ക് തന്നത്. 4 ലക്ഷം രൂപ ടോട്ടൽ തന്നിട്ടുള്ളൂ. അത് കറക്റ്റ് എനിക്ക് അയച്ചു തന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിന്റെ അകത്തുണ്ട്. മനസ്സിലായില്ലേ? ആ ഡീറ്റെയിൽസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയാം. പിന്നെ ക്യാഷ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ എവിഡൻസ് കാണിക്കാൻ പറയാം. റോബിന്റെ കയ്യിൽ വേദിലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി 4 ലക്ഷം രൂപ ക്യാഷ് തന്നതായിട്ട് കാണിക്കാൻ പറയാം. ഞാൻ ജസ്റ്റ് ചോദിക്കാം, 1 മിനിറ്റ്. വേദിലക്ഷ്മിയുടെ അടുത്ത് വേണ്ട, 1 മിനിറ്റ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. വേണ്ട, 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും എനിക്ക് വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചത്. താങ്ക് യു. RTGS ക്രെഡിറ്റ് ആകുമ്പോൾ പറയാം, നെഫ്റ്റ് അവാസ് RTGS ഈ സാധനമാണ് അവർ ചെയ്തിരിക്കുന്ന. പിന്നെ ഈ പെങ്കൊച്ച് പറഞ്ഞ കണക്ക്, 1 മിനിറ്റ്, ഇവരാണ് എന്റെ അടുത്ത് കണ്ടാ ധന്യ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത് കണ്ടാ? ധന്യ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ട്രാൻസ്ഫർ കണ്ടാ? മനസ്സിലാവുന്നുണ്ടോ? ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരയച്ചെന്ന്. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇനി അവരിനി ഈ 8 ലക്ഷത്തിന്റെ കണക്ക് എനിക്ക് 4 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട്. അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 4 ലക്ഷം രൂപ എനിക്ക് ക്യാഷ് ആണെങ്കിൽ പൊട്ടന്മാരല്ലല്ലോ 4 ലക്ഷം രൂപ ചുമ്മാ എടുത്ത് കൊടുക്കാൻ. കാണിച്ചാ എവിടെയാണ് നിങ്ങൾ തന്നത്? ഡിജിറ്റൽ എവിഡൻസ് കാണിച്ചാ? എന്റെ കയ്യിൽ 4 ലക്ഷത്തിന്റെ എത്ര നോട്ടുണ്ടോ അതെനിക്ക് തന്നതായിട്ടുള്ള എവിഡൻസ് കാണിച്ചാ? എന്നിട്ട് 4 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു. മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്ന് കുറെ, എന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് കുറെ ബ്ലാങ്ക് ഇത് എന്താണ് ചെക്കും പിന്നെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളെല്ലാം ഈ അബിൽദേവ് എന്ത് ചെയ്തിട്ടുണ്ട്? മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ റെക്കോർഡിങ്, ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അന്ന് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെല്ലാം എടുത്ത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചത് എന്താണ് ഇവരുടെ ഇന്റൻഷൻ? ഇവർക്ക് ഫണ്ടാണോ? എനിക്ക് അറിയത്തില്ല പർപ്പസിൽ എന്നെ താർക്കാൻ പറ്റും. ഇനി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് അറിയുന്നില്ല. ഇവരെന്താണ് ഇതിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇന്റൻഷൻ എന്നുള്ളത്. ഞാൻ ഇതിനെല്ലാം റെഡിയാണ്, ലീഗിലി പോയിന് റെഡിയാണ്. ഇവിടെ വന്ന് സംസാരിക്കാനാണെങ്കിൽ അതിനും വന്നു. ഇതിന് ഒന്നിനും നിങ്ങൾ ഇത്രയും പേര് വന്നില്ല മീഡിയാസ്. നിങ്ങളെല്ലാം പൊട്ടന്മാരല്ലേ ആക്കിയത് ഇവര്? ഞാൻ ചോദിക്കാം, നിങ്ങളെല്ലാം പൊട്ടന്മാരല്ലേ ആക്കിയത്? ഞാൻ എന്ത് പറയാൻ? ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടി എനിക്ക് പറയാൻ അറിയത്തില്ല. അവർ ഓരോരോ ചാനലിൽ പോയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അവരെ എന്നെ ഒരുമിച്ച് നിർത്തി സംസാരിക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു, ഒബ്വിയസ്ലി തോന്നുന്നു. കാരണം നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെയാണോ ഒരു ഡീൽ ചെയ്യുന്നത്? ക്യാഷ് ഡീലിങ് അത് ഇങ്ങനെയാണ്? നിങ്ങൾ നോക്കി ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? ഞാനും എന്റെ വൈഫും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഇതിന്റെ ഇടയിൽ പറയേണ്ട കാര്യം? എന്താണ്
അല്ലെങ്കിൽ 4 ലക്ഷത്തിന്റെ എന്തോ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ നിങ്ങൾ തമ്മിലുള്ള പൈസ ഇടപാടോ എങ്ങനെ? അല്ല, അത് അബിൽദേവ് പറഞ്ഞിട്ട് വേദലക്ഷ്മി എനിക്ക് ഫണ്ട് അയച്ചു തന്നതാ, മനസ്സിലായില്ല? അതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ കോപ്പി വേണമെങ്കിൽ തന്നേക്കാം, നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ മൊത്തം. ഞാൻ ഇവിടെ 4-5 കോപ്പി എടുത്ത് എന്ത് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നതാ. ഞാൻ ഇവിടെ മെയിൻ സ്ട്രീമിൽ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾ കോസ്റ്റ് വെരിഫൈ ചെയ്തോ എന്താണ് സംഭവം എന്നുള്ളത്. നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫേക്ക് ആക്കാൻ പറ്റൂല, അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ കാണിക്കാൻ പറ്റൂ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ ബാങ്കിൽ പൊക്കെയോ നിങ്ങൾ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. എന്റെ അക്കൗണ്ടിൽ വന്നതിൽ മീൻസ് എനിക്ക് തന്ന ഈ 42 ലക്ഷത്തി ഇത്രയും രൂപ, ഒരു മിനിറ്റ്, 42,53,500 രൂപയിൽ 10 ലക്ഷം രൂപ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലാണ് വന്നത്. 5 ലക്ഷം വീതം, മനസ്സിലായില്ലേ? അതിൽ നിന്ന് അതല്ല ബാക്കിയെല്ലാം എനിക്കാണ് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് അതെല്ലാം എനിക്ക് ഓരോന്നായിട്ട് അയച്ചു തന്നത് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പർപ്പസ്ഫുള്ളി ഇല്ലേ എനിക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഇവരുമായിട്ട് ഡയറക്റ്റ് കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇത് എന്താ ഫീൽ ചെയ്യുന്നത്? റോബിന് ഇനി എന്തായിട്ടാ മുന്നോട്ട് പോണേ? ഇത് കേസായിട്ടാണോ എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി കേസ് കൊടുത്തു, അവര് വരുന്നില്ല. രണ്ടാമത് അവര് പോയി കേസ് കൊടുത്ത് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പോയി. ഇവിടെ പ്രസ് മീറ്റിന് അവര് വെച്ച പ്രസ് മീറ്റിന് ഞാൻ വന്നു, ഇവിടെ കാണുന്നില്ല. ഞാൻ എന്ത് പറയാൻ, ഞാൻ എന്താ പറയേണ്ടത്? ഇത്